അങ്ങനെ പുകഞ്ഞു പോയ ഈ ഒരു ചിക്കൻ കറിയോട് കൂടി ഇന്നത്തെ കുക്കിംഗ് പരിപാടികൾ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കൂടെ ഒരുമിച്ച് നടക്കില്ല എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇന്നും ഊണ് മേടിക്കാമെന്ന് കരുതി. കേർട്ടൻസ് ഒരു ആവേശത്തിന് ഞാൻ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി. നല്ല കട്ടിയുള്ള ക്ലോത്താണിത്. നല്ല വൃത്തിയാകുകയും ചെയ്തു. പക്ഷേ മെഷീനിൽ ഇതുപോലെ വെള്ളം വലിച്ച് കിട്ടിയപ്പോൾ നിറയെ ചുളിവുകൾ. ഇന്നലെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയതാണ്. പിന്നെ ചുളിവ് നിവർത്താൻ ആകെ ഒരു വഴി അയൺ ചെയ്യാന്നുള്ളതാ. ഇന്ന് രാത്രി എത്ര വൈകിയാലും പണി തീർക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് 14th എടുത്ത വീഡിയോ ആണ്. ഞാൻ ദിസ് ഇസ് സൺഡേ മോർണിംഗ് മൺഡേ മോർണിംഗ് എന്നൊക്കെ പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസത്തേതാണ് പറയുന്നത്. അല്ലാതെ ആ ദിവസം സൺഡേ ആണ് മൺഡേ ആണെന്നല്ല. റൂം രണ്ടും ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഒരു 6 മണി ആയപ്പോഴേക്ക് ഞാൻ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഒരു ഭാഗത്തുനിന്ന് ഞാൻ ഒതുക്കി തുടങ്ങി. എനിക്ക് തൊട്ടപ്പുറത്തായിട്ട് തന്നെ വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇനി അറുക്കലും മുറിക്കലും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് പൊടി വരില്ല. മുൻപ് നമ്മൾ കർത്താവിൻ്റെ പടം വെച്ചിരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ആ ബുക്സും ഫാമിലിയിൽ നിന്നുള്ള എനിക്ക് നെനി നിനൂഷ് തന്ന ഷോ പീസും പെയിൻറ്റിങ്സും ഒക്കെ വെച്ചേക്കുന്നത്. 2 കേർട്ടൻസിൻ്റെയും ഈ ഒരു എൻഡ് ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേർട്ടൻസ് 2ആയിട്ട് ഇടൂലേ, അപ്പോൾ മേലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ പകുത്ത് പോവില്ല രണ്ടും. അക്വാമാൻ ക്ലീനിങ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ സോഫയും ഈ ഒരു കാർപ്പറ്റും ഒക്കെ വൃത്തിയാക്കി തന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടും. സോഫയ്ക്കും കാർപ്പറ്റിനും ഡൈനിങ്ങിലെ 2 ചെയേഴ്സിനും ആ ഒരു ബെഞ്ചിനും കൂടെ എനിക്ക് 2900 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. സോഫ, കാർ ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഏരിയാസ്. പിന്നെ എല്ലാവർക്കും ഇതേ റേറ്റ് ആയിരിക്കണം എന്നില്ല. നമ്മൾ കൊടുക്കുന്ന സോഫയുടെയും കാർപ്പറ്റിൻ്റെയും ഒക്കെ കണ്ടീഷൻ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. അങ്ങനെ 2 മുറികളും ഈ ഒരു ഹോൾ ഏരിയയും എന്നെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റി ബിഫോർ 8 o'clock. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ഹോളിൽ കാണുന്ന അത്രയും സാധനങ്ങൾ ഒതുക്കി പറക്കി വൃത്തിയാക്കാനായിട്ട്. കേർട്ടനും മാറ്റിനും ഈ ഒരു ലാമ്പിനും ഒക്കെ വില സാധാരണ ഞാൻ മേടിക്കുന്ന ഐറ്റംസിനെക്കാളും കുറച്ച് കൂടുതലാണ്. അതിനുള്ള ക്വാളിറ്റി അതിനുണ്ട്. പിന്നെ ഡ്രോയിങ് റൂമിൽ നമുക്ക് അത്രയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വീട്ടിൽ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ടത് കിച്ചനും ഏറ്റവും ഭംഗിയായിട്ടിരിക്കേണ്ടത് ഡ്രോയിങ് റൂമും ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇടയ്ക്കൊന്ന് ഷോർട്ട് സർക്യൂട്ട് ആയപ്പോൾ ലാമ്പിൻ്റെ വയറും ബൾബും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു യെല്ലോ സ്റ്റൂള് TV യൂണിറ്റിൻ്റെ മുന്നിൽ വെക്കാനാണ് പ്ലാൻ. തൽക്കാലം അവിടെ ഒതുങ്ങി തീർന്നിട്ടില്ല, അവിടെ തുടക്കുകയും വേണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. ഈ ഒരു വീഡിയോയിൽ തന്നെ TV യൂണിറ്റിന്റെ ഫുൾ പോർഷൻ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ രാത്രി ഫിഷ് ടാങ്കിൽ വെള്ളവും ഫിഷും ഒന്നും നിറയ്ക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫിഷ് ടാങ്കും ഒക്കെ കൂടി ഇതിനുള്ളിലേക്ക് പോകും. കിച്ചൺ റിനോവേറ്റ് ചെയ്യാൻ നേരത്ത് പേപ്പറിൽ മാത്രം വരച്ച വരകൾ അവർക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞാൻ പേപ്പറിൽ വരച്ചിട്ട് ChatGPT നെ കൊണ്ട് അതൊരു ഇമേജായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഐഡിയ കൊടുത്തത്.